പക്ഷേ കുരുക്ഷേത്ര ഭൂമിയിൽ എത്തുന്ന സമയത്ത് ഈ മഹാഭാരത യുദ്ധവും ഈ പറഞ്ഞ അർജുനൻ എന്താ പറയുക, മോഹാലസ്യപ്പെട്ട വ്യാമോഹിതനായ ആ അർജുനൻ്റെ വ്യാമോഹത്തെ തീർത്ത കൃഷ്ണൻ്റെ വാക്കുകളുണ്ട്, ഗീത. ആ ഗീതയ്ക്കൊരു നിലനിൽപ്പുണ്ട്. ആ ഗീതയെ നിലനിർത്തുന്നതിന് ആ ഭൂപ്രദേശം സഹായകമാകും. അങ്ങനെ ഭാരതവും അതുപോലെ തന്നെ നേപ്പാൾ, അതുപോലെ ശ്രീലങ്ക, ചൈന, ഇതെല്ലാം കൂടെ ചേരുന്ന ഈ പ്രദേശങ്ങളിലെല്ലാം നമ്മുടെ പുരാണങ്ങളുടെയും ഇതിഹാസങ്ങളുടെയും അവശിഷ്ടങ്ങളെന്ന് കരുതാവുന്ന സങ്കേതങ്ങൾ ഒരുപാടുണ്ട്. ഇപ്പോൾ ബോംബെയിൽ നിങ്ങൾക്കൊക്കെ നന്നായി അറിയാമല്ലോ, ഇവിടുത്തെ ഏറ്റവും ആദ്യത്തെ അയ്യപ്പ ക്ഷേത്രം ഏതാണെന്ന് നിങ്ങൾക്കറിയാം അല്ലേ? 50 കൊല്ലം മുൻപ് ഇവിടെ അയ്യപ്പ ക്ഷേത്രമോ ഗുരുവായൂരപ്പ ക്ഷേത്രമോ ഒന്നും ബോംബെയിലില്ല. ഉണ്ടോ? ഇല്ല. അപ്പോൾ ഇപ്പോൾ ഇവിടെ അയ്യപ്പ ക്ഷേത്രങ്ങൾ ഒരുപാടുണ്ട്. ഈ അയ്യപ്പ ക്ഷേത്രങ്ങളിലൊക്കെ 18 പടികളുണ്ട് ഇല്ലേ? ഇതിനെയൊക്കെ ഇന്ന് നമ്മൾ പറയും ഡോംബിവല്ലി അയ്യപ്പൻ, അല്ലെങ്കിൽ ടാക്കൂർലി അയ്യപ്പൻ, ബോരിവല്ലി ഈസ്റ്റ് അയ്യപ്പൻ, വെസ്റ്റ് അയ്യപ്പൻ. അങ്ങനെയുണ്ട്. ഒരമ്മ അങ്ങനെയാണ് പ്രാർത്ഥിക്കുന്നത്. ഗുരുവായൂരപ്പ എന്ന് പറഞ്ഞപ്പം ഏത് ഗുരുവായൂർ? എൻ്റെ ഡോംബിവല്ലി ഗുരുവായൂരപ്പ, അല്ലെങ്കിൽ ടാക്കൂർലി ഗുരുവായൂരപ്പ. അങ്ങനെ ഓരോ സ്ഥലത്ത് ഓരോരുത്തരുണ്ടല്ലോ. അപ്പോൾ ശബരിമല എന്ന് പറയുന്ന ഒരു സങ്കേതം, ഒരു തീർത്ഥാടന കേന്ദ്രം, എങ്ങനെയാണോ ആ ശബരിമലയുടെ സ്മൃതികൾ, ആ ഒരു ശബരിമലയിൽ പോയാൽ കിട്ടുന്ന ഒരനുഭവം ബോംബെയിൽ എങ്ങനെ ഉണ്ടാക്കാം, അതിൽ നിന്നാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, അതിന് സമാനമായ വിധത്തിൽ എത്രയൊക്കെ നമുക്ക് പറ്റുമോ അതിനനുസരിച്ച് നമ്മൾ ചെയ്യുന്നത്. ഇത് തന്നെയാണ് അങ്ങ് ഓസ്ട്രേലിയയിലെ സിഡ്നിയിലിരിക്കുന്ന അയ്യപ്പ ക്ഷേത്രത്തിൻ്റെ ഈ സ്ഥിതി. സിഡ്നിയിൽ അയ്യപ്പനുണ്ടോ? എൻ്റെ സിഡ്നി അയ്യപ്പ എന്നാണ് അവിടെ ഉള്ളവർ പറയുന്നത്. എവിടെ? ഓസ്ട്രേലിയയിൽ. അമേരിക്കയിൽ ഗുരുവായൂരപ്പൻ്റെ ക്ഷേത്രം ഉണ്ടല്ലോ, ഇംഗ്ലണ്ടിലുണ്ടല്ലോ, കാനഡയിലുണ്ട്. അപ്പോൾ ഇനി ഒരു 1000 കൊല്ലം കഴിഞ്ഞാൽ വേണമെങ്കിൽ അവിടെ ഉള്ളവർ പറയും ഇവിടെയായിരുന്നു അയ്യപ്പൻ ഇരുന്നത്, പുലിപ്പാൽ ഇവിടുന്നാണ് എടുത്തത്. നിങ്ങൾക്കതാ എന്തിന്? സ്വർണം മേടിക്കാൻ ഏറ്റവും നല്ല ദിവസം അക്ഷയ തൃതീയാന്നല്ലേ നിങ്ങളിപ്പോൾ വിശ്വസിക്കുന്നത്? ഇത് സ്വർണം മേടിക്കാൻ നല്ല ദിവസമാണോ? അത് വേൾഡ് ഗോൾഡ് കൗൺസിലിൻ്റെ മാർക്കറ്റിംഗ് എക്സിക്യൂട്ടീവായ ശിവറാം എന്ന് പറയുന്ന ആളുടെ ബുദ്ധിയിൽ ഉദിച്ചതാണ്. ഇവിടെയാണ് അത് ആദ്യം ലോഞ്ച് ചെയ്തത്, മഹാരാഷ്ട്രയിൽ. 2002 2002 അതിന് വലിയ ക്ലച്ചൊന്നും പിടിച്ചിട്ടില്ല. എന്നാൽ ഇന്ന് കേരളത്തിലെ ഏറ്റവും വലിയ ക്യൂ കാണുന്ന ബിവറേജ് കഴിഞ്ഞാൽ ഇതിനാണ്, അക്ഷയ തൃതീയയ്ക്കാണ്. അടിയാണ്. ഈ അക്ഷയ തൃതീയയ്ക്ക് സ്വർണം മേടിച്ചാൽ എന്ത് സംഭവിക്കും? ഒന്നും സംഭവിക്കില്ല. ഇനിയിപ്പോൾ ശിവറാം വന്ന് പറയുകയാണ് ഞാനാണ് ഇത് തട്ടിക്കൂട്ടി ഉണ്ടാക്കിയത് കച്ചവടത്തിന് വേണ്ടി എന്ന് പറഞ്ഞാൽ ശിവറാമിന് അടി കിട്ടും. ഞങ്ങളുടെ മതത്തെ വ്രണപ്പെടുത്തരുത് എന്ന് പറഞ്ഞിട്ട്, ഞങ്ങളുടെ വിശ്വാസത്തെ. കാരണം അത് രൂഢമൂലമായി കഴിഞ്ഞു. ഇങ്ങനെ ഇപ്പോൾ കണ്ടില്ലേ പൊങ്കാല, എല്ലാവരും തുടങ്ങി പൊങ്കാല. ഇതൊരു ഹിറ്റാക്കുകയാണ് പൊങ്കാല. ഇങ്ങനെ എന്തോ ഇപ്പോൾ പൂർവികന്മാരങ്ങനെ ആയിരുന്നില്ല. നിങ്ങൾ കേരളത്തിൽ നോക്കൂ, കേരളത്തിൽ എത്രയോ സ്ഥലങ്ങളുണ്ട് ഹനുമാൻ പോയതാണെന്ന് പറയുന്നത്. ജടായു ഇരുന്നു. സീതയുടെ കണ്ണുനീര് വീണിട്ടുള്ള സീതത്തോട് എന്ന് പറഞ്ഞിട്ട് ഇന്ത്യയിൽ ഒരുപാട് സ്ഥലങ്ങളുണ്ട്. സീതയുടെ കണ്ണുനീര് കൊണ്ടുണ്ടായ ലേക്കാണ്. അപ്പോൾ ഈ കണ്ണുനീര് സീതയുടെ കണ്ണുനീരാണ് എന്ന് പറയുമ്പം സീത കരഞ്ഞു. സീതയുടെ കരച്ചിലിന് വളരെ പ്രാധാന്യമുണ്ട്. എന്തിന് സീത കരഞ്ഞു? അത് ഒരു പുസ്തകം വായിക്കാത്തവനും ഒരു സ്കൂളിലും പോകാത്തവനെയും ഈ ധർമ്മവുമായി ബന്ധിപ്പിക്കുകയാണ് ആചാര്യൻ.
അതിന് ഭൂപ്രദേശങ്ങൾ വളരെ സഹായകങ്ങളാണ്. നിങ്ങൾ എങ്ങനെയൊക്കെ അതിനെ മാറ്റാൻ ശ്രമിച്ചാലും മാറില്ല, മാറരുത്. പക്ഷെ അതറിയണം. നമ്മുടെ എല്ലാമായിരുന്ന, നമുക്ക് ജന്മത്തിന് കാരണമായിരുന്ന നമ്മുടെ അച്ഛൻ്റെ ഫോട്ടോ വീട്ടിലിരിക്കുമ്പം അതൊരു കടലാസ് എന്നുള്ളതല്ലല്ലോ നമ്മൾ കാണുന്നത്. അല്ല, ആ ചിത്രം എന്തിന് ഞാൻ എൻ്റെ വീട്ടിൽ വെച്ചു? എനിക്ക് എൻ്റെ അച്ഛൻ്റെ സ്മൃതി, ഓർമ്മകൾ ഉണർത്തുന്നതിന് ആ ചിത്രം സഹായിക്കും. ആ ചിത്രമാണോ അച്ഛൻ? അല്ല, ഒരിക്കലും അല്ല. മനസ്സിലാവുന്നുണ്ടെന്ന് തോന്നുന്നു. ഇതുപോലെ നമ്മുടെ ഭൂപ്രദേശങ്ങളിൽ ഇതിനെ വരച്ചു വെച്ചിട്ടുണ്ട്. നമുക്കിട്ടിട്ടുള്ള പേരുകൾ ഈ ഭഗവാന്മാരുടെ പേരുകളാണ്. ദൈവത്തിൻ്റെ എന്ന് പറയുന്ന കൃഷ്ണൻ്റെയും രാമൻ്റെയും ഒക്കെയാ. എല്ലാം ഉണ്ട് അതിൽ. നമ്മുടെ ആചാരങ്ങളിലും അനുഷ്ഠാനങ്ങളിലും എല്ലാം ഇതുണ്ട്. അപ്പം എല്ലാ വഴിയിലും ഇതിനെ, ഈ തത്വം നമ്മളിൽ നിന്ന് അകലാതിരിക്കുന്നതിന് വേണ്ടി അവർ വളരെ ബോധപൂർവം, പൂർവികന്മാർ ഇതെല്ലാം ഇങ്ങനെ ചെയ്തിരിക്കുന്നു. നമ്മളും അങ്ങനെ ഓരോന്നും. തിരുവനന്തപുരം പാളയത്തിലെ രക്തസാക്ഷി മണ്ഡപം സ്ഥിതി ചെയ്യുന്നിടത്ത് രക്തസാക്ഷികളൊന്നും ഉണ്ടായിട്ടില്ല. സൗകര്യമുള്ളൊരു സ്ഥലം തിരഞ്ഞെടുത്ത് രക്തസാക്ഷി മണ്ഡപം വെച്ചിരിക്കുന്നു. ഇതുപോലെ പലയിടത്തും ചരിത്രത്തിലും അങ്ങനെയുണ്ട്. ചരിത്രത്തിൻ്റെ ചില സ്മരണകൾ ഉണർത്തുന്നതിന് വേണ്ടി ഇതിൽ നിന്നാണ് പിന്നീടുള്ളവരൊക്കെ ഇത്തരം ബിംബങ്ങളെ, ഇത്തരം സങ്കേതങ്ങളെ രൂപപ്പെടുത്തി എടുത്തിട്ടുള്ളത്. അതിനെ അങ്ങനെ തന്നെ അറിയണം. അതുതന്നെയാണ് അതിൻ്റെ സത്യവും. അല്ലാതെ ഇവിടെ വെച്ച് ഇങ്ങനെ ഒരു യുദ്ധം ഉണ്ടായിട്ടുണ്ട്. യുദ്ധങ്ങൾ ഇവിടെ എത്രയോ ഉണ്ടായിട്ടുണ്ട്. 2 ലോകമഹായുദ്ധങ്ങളും 6000-ൽ കൂടുതൽ ആഭ്യന്തര യുദ്ധങ്ങളും ഈ ലോകത്തുണ്ടായിട്ടുണ്ട്. എത്രയോ പേര് മരിച്ചിട്ടുണ്ട്. ഈ യുദ്ധങ്ങളുണ്ടായ സമയത്തൊക്കെ ഓരോ യോദ്ധാവിനും പല വിധത്തിലുള്ള സംശയങ്ങൾ ഉണ്ടായിട്ടുണ്ട്. യുദ്ധത്തിൻ്റെ രഹസ്യം പറയാൻ പറ്റിയ ആൾ കൃഷ്ണനേക്കാൾ നല്ലത് ഹിറ്റ്ലറാണ്. അതിന് നിങ്ങൾ ഗീത പഠിക്കണം. ഹിറ്റ്ലറുടെ ചരിത്രം പഠിച്ചാൽ മതി. അദ്ദേഹത്തിന് അറിയാം ആളെ എങ്ങനെ കൊല്ലണം, കൊല്ലണ്ട എന്നൊക്കെ. അതുകൊണ്ട് അതിൻ്റെ എന്തുകൊണ്ട് നമ്മുടെ ഭൂപ്രദേശങ്ങളിലൊക്കെ ഇത് എന്ന് ചോദിച്ചാൽ ഇതാണ്. അതുകൊണ്ട് ഭൂപ്രദേശങ്ങളിൽ അവർ ബോധപൂർവം ഇതിനെ സൃഷ്ടിച്ചിരിക്കുന്നു. ഇനി ഒരു 500 കൊല്ലം കഴിഞ്ഞാൽ ഏതാണ് ശരിയായ അയ്യപ്പക്ഷേത്രം എന്ന് ചിലപ്പോൾ കൺഫ്യൂഷൻ ഉണ്ടാവും ആളുകൾക്ക്. അപ്പോൾ അതിനനുസരിച്ച് ഓരോരുത്തർ ഓരോ ഐതിഹ്യവും പറഞ്ഞു. ഇപ്പം തന്നെ പലയിടത്തും പല ഐതിഹ്യങ്ങളുണ്ടല്ലോ. ഓരോ ക്ഷേത്രത്തിനും പറയും. ഇവിടെ ഒരാൾക്ക് അത് ഉണ്ടാക്കാൻ കാരണമായ ആൾക്ക് ഒരു വെളിപാടുണ്ടായി എന്ന് പറയും. ഒരു ദിവസം അദ്ദേഹത്തിന് ഇരിക്കുമ്പോൾ തോന്നുന്ന അയ്യപ്പൻ പറഞ്ഞു, എണീക്കടോ എന്ന്, ഞാനിരിക്കുന്ന സ്ഥലം കാണണ്ടേ, ഇതാ ഇവിടെയാണ് ഞാൻ, ഇനി എന്നെ കാണാൻ അങ്ങോട്ട് വരണ്ട, ഇവിടെ വന്നാൽ മതി. അപ്പോൾ അദ്ദേഹം 4 സുഹൃത്തുക്കളോട് പറഞ്ഞു. പിന്നെ അവർ അവിടെ ഒരു ഫോട്ടോ വയ്ക്കുകയായി. പിന്നെ പിരിവായി, കാര്യങ്ങളായി, അമ്പലം വരികയായി. പിന്നെ അദ്ദേഹം മരിച്ചൊക്കെ കഴിയുമ്പോൾ പിന്നെ നമ്മൾ അദ്ദേഹത്തിൻ്റെ പേരിൽ അങ്ങോട്ട് ഇതിനെ അടിച്ച് വീശും. അദ്ദേഹത്തിന് പ്രത്യക്ഷമായി അനുഭവപ്പെട്ടതാണ്. അയ്യപ്പൻ അദ്ദേഹത്തിനെയും കൂട്ടി പുലിപ്പുറത്ത് വന്ന് ഇവിടെ നിന്നു. അങ്ങനെ പലതും വേണമെങ്കിൽ പറയാം. പുലിപ്പാൽ വേണമെന്ന് പറഞ്ഞപ്പോൾ നോക്കിയപ്പോൾ പുലിപ്പാലില്ല. അപ്പോൾ അവിടെ നിന്ന് മിൽമപ്പാൽ മേടിച്ചു കൊണ്ടുവന്നു. സ്വാമി എന്തിനാ ഇങ്ങനെയൊക്കെ നിങ്ങളിങ്ങനെയൊക്കെ എടുത്താൽ മതി. കാരണം അതിനപ്പുറത്ത് ചിലതുണ്ട്. അയ്യപ്പൻ എന്ന് പറയുന്നത് ഒരു സർക്കസുകാരനല്ല. ഈ ഇങ്ങനെ എന്താ പറയുക, സർക്കസിലൊക്കെ നമ്മൾ കാണുമല്ലോ, പുലിയുടെ മുകളിൽ ഇരുന്ന് ഇങ്ങനെ 2 റൗണ്ട് അടിച്ചു എന്ന് പറയുന്നത്. അതിനപ്പുറത്ത് ചിലതുണ്ട്. അതിനെ ഉൾക്കൊള്ളാതെ നമ്മൾ ഇതിലെ എന്തോ വലിയ സംഭവമായിട്ട്, പുലിപ്പുറത്ത് ഇരുന്ന് 2 റൗണ്ട് അടിക്കണമെങ്കിൽ നിങ്ങളും ഏതെങ്കിലും ഒരു സർക്കസ് കമ്പനി പോയാൽ സാധിക്കും. അതല്ല അയ്യപ്പ തത്വത്തിലൂടെ പറയാൻ ഉദ്ദേശിക്കുന്നത്. ഇതിനപ്പുറത്ത് ചിലത്. ഇതാണ് ഒരു സംശയം തീർന്നു എന്ന് തോന്നുന്നു. ഇല്ലേ? എന്താ
ഇതാ പൊന്നമ്മേ സ്ഥലം ഉണ്ടല്ലോ എന്ന് ചോദിച്ചാൽ ആരാ ഇത് ഉണ്ടാക്കി വെച്ചത്? നമ്മളല്ലേ? അതെ, നിങ്ങളുടെ വീടിന് ഒരു പേരിട്ടു അയോധ്യ എന്ന്. ആരായിട്ടത്? നിങ്ങളുടെ മുത്തശ്ശൻ ഇട്ടതാ. ദ്വാരക എന്ന് പറഞ്ഞ് ഇവരെന്താ പറയണതെന്ന് അറിയാം, ഈ അവശിഷ്ടം എന്നൊക്കെ പറഞ്ഞു. എന്തൊക്കെ ആരാ പറയുന്നത് ഇതൊക്കെ അതിൻ്റെ അവശിഷ്ടമാണെന്ന്? കുറേ കരിങ്കല്ലും അല്ലെങ്കിൽ ഇങ്ങനെയുള്ള എന്തെങ്കിലുമൊക്കെ അവശിഷ്ടങ്ങൾ എന്തൊക്കെ. ഈ ഹിമാലയം തന്നെ ഉണ്ടായത് എങ്ങനെയാണ്? ഭൂമിയുടെ ഒരു കൂട്ടി അടിയിൽ നിന്ന് പൊങ്ങി വന്ന് ഒരു ഭാഗത്തേക്ക് താഴ്ചയും മറുഭാഗത്തേക്ക് ഉയർച്ചയും ഐലൻഡുകളൊക്കെ ഉണ്ടായിട്ടുള്ളത്. ഈ ഭൂമിയിൽ നിങ്ങൾക്കറിയാം ലോകത്തിലെ ഏറ്റവും ആദ്യത്തെ സിറ്റി ഏതാണെന്ന്? വാരണസിയാണ്, കാശി, ബനാറസ്. ശരിക്കും പറഞ്ഞാൽ ഈ നരേന്ദ്രമോദി അവിടെ കാൻഡിഡേറ്റ് ആവുന്നത് അദ്ദേഹം ഏറ്റവും ആദ്യം പറയുന്നുണ്ടായിരുന്നു, പിന്നെ അത് ചർച്ച ചെയ്യപ്പെട്ടിട്ടില്ല. വാരണസി അദ്ദേഹം തിരഞ്ഞെടുക്കാനുള്ള കാരണം അതാണ്. ലോകത്തിലെ ആദ്യത്തെ സിറ്റിയാണ് വാരണസി. വെൽ എസ്റ്റാബ്ലിഷ്ഡ് ആയിട്ടുള്ള സിറ്റി, വളരെ വലിയ ദീർഘവീക്ഷണത്തിൽ ഉണ്ടാക്കിയിട്ടുള്ളതാണ് അന്നത്തെ. ആ സിറ്റി ഇന്നും ലൈവാണ്. അങ്ങനെ ഒരു സിറ്റി ഇല്ല. 5000 ആണ് അതിൻ്റെ പഴക്കം പറയുക. കാശി രാജാവിൻ്റെ കാര്യം പറയുമ്പോൾ അന്ന് കാശിക്ക് ഒരുപാട് പ്രത്യേകതകളുണ്ട്. നിങ്ങൾക്കറിയുമോയെന്നറിയില്ല. രാജാവിനേക്കാൾ വരുമാനമുള്ള ഒരു വേശ്യാസ്ത്രീ ഉണ്ടായിരുന്നു അവിടെ. അതെ, രാജാവിൻ്റെ എല്ലാ പദവിയോടും കൂടി അവരവിടെ കഴിഞ്ഞത് കൊട്ടാരത്തിൽ. അങ്ങനെയുള്ള കൊട്ടാരത്തിൽ അവരും അവർക്ക് അധികാരം ഉണ്ടായിരുന്നു. അങ്ങനെ ഒരു വല്ലാത്തൊരു കോൺട്രഡിക്ഷനുള്ള ഒരു സിറ്റിയാണ് വാരണസി എന്ന് പറയുന്നത്. അറിയാലോ നിങ്ങൾക്ക്, വാരണ തുടങ്ങി അസി വരെയുള്ള ഘാട്ടുകൾ, അതാണ് വാരണസി. 66 ഘാട്ടുകളുണ്ട്. ഇതൊക്കെ എന്താണെന്നറിയോ? ഇന്ന് നമ്മൾ കാണുന്ന കോൺസുലേറ്റുകളില്ലേ, ഒന്ന് ആലോചിച്ച് നോക്കണം. ഇതൊന്നും നമ്മൾ ഇനിയും പഠിച്ചിട്ടുമില്ല. എങ്ങനെയാണോ ഡൽഹിയിൽ നമ്മൾ ചാണക്യപുരിയിലൊക്കെ പോയി കഴിഞ്ഞാൽ ഓരോ കോൺസുലേറ്റുകൾ അമേരിക്കയുടെയും മറ്റവരുടെയും മറിച്ചവരുടെയും അതേപോലെ അന്ന് കാശി രാജാവ് സകലമാന രാജ്യത്തിൻ്റെ ആളുകൾക്കും അനുവദിച്ചു കൊടുത്ത സ്ഥലങ്ങളാണ്. വാരണ മുതൽ അസി വരെ പോയി കാണണം. കണ്ടിട്ടുണ്ടോ ആരെങ്കിലും? പോയിട്ടുണ്ടോ വാരണസിയിൽ? ബോട്ട് യാത്ര ചെയ്താൽ മതി, വാരണ മുതൽ അസി വരെ പോവാം. ഓരോ ഘാട്ടുകളും കാണാം. ആ ഘാട്ടുകളൊക്കെ എന്താണ്? ആ രാജാക്കന്മാർ അവിടെ താമസിക്കുകയും ആ രാജാവിൻ്റെ ആളുകൾ അവിടെ ഉണ്ടാവുകയും ഈ ഉത്സവം നടക്കുകയും. കാശി രാജാവ് കേമനായിരുന്നു. ആ കാശി രാജാവ് മഹാഭാരതത്തിലുണ്ട്. പക്ഷേ ആ കാശി രാജാവ് ആവണമെന്നില്ല. പൃഥ്വിരാജ് ചൗഹാനാണല്ലോ ഇപ്പോഴത്തെ മുഖ്യമന്ത്രി, അല്ലേ? ഇവിടുത്തെ വേറൊരു പൃഥ്വിരാജ് ചൗഹാനുണ്ട്, അറിയോ നിങ്ങൾക്ക്? അപ്പോൾ നമ്മുടെ വീട്ടിലും ഉണ്ട് ആര്? കൃഷ്ണനുണ്ട്, ശ്രീകൃഷ്ണൻ, പേരുണ്ടാവും, രാമദാസൻ, ശ്രീരാമൻ എന്നൊക്കെ. ആ രാമനാണോ ഈ രാമൻ എന്ന് ചോദിക്കരുത്. അപ്പോൾ അവശിഷ്ടങ്ങൾ പലതും ഉണ്ട്. അതുകൊണ്ട് ഈ ചിലരുണ്ടല്ലോ ഇതൊക്കെ ഇങ്ങനെ ഈ അടിച്ച് ആളുകളുടെ തലമണ്ടയ്ക്കകത്ത് വയ്ക്കാൻ വളരെ മിടുക്കന്മാരാണ്. നമ്മളും അങ്ങനെയൊക്കെയാണ്. ഈ ഗ്ലാസ്സിലായിരുന്നു ശങ്കരാചാര്യർ വെള്ളം കുടിച്ചതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളും വേണേ വിശ്വസിക്കും. ഇത് സ്വാമി ഇങ്ങനെ ഒരു പ്രത്യേക രൂപത്തിലൊക്കെ ആക്കി ഇത് തന്നെ ഒരു ഇതിലിട്ടിട്ട് ഇങ്ങനെ കൊണ്ടു കിടക്കുകയാണെങ്കിൽ അപ്പം അതിൽ വലിയ കാര്യമില്ല. എന്തവശിഷ്ടം എന്നാണ് പറയണത്? ഏതവശിഷ്ടമാണ്? കുറേ കരിങ്കല്ലും അതും ഇതുമൊക്കെയോ? അതിനെന്താ കുഴപ്പം? ഉണ്ടാകട്ടെ. അതിലുണ്ടോ? എഴുതിയിട്ടുണ്ടോ മേഡ് ഇൻ ദ്വാരക എന്ന്? എഴുതിയിട്ടുണ്ടെങ്കിൽ തന്നെ ദ്വാരക ഇവിടെ എത്ര എണ്ണം ഉണ്ട്? 2 എണ്ണം ഉണ്ട്. തമിഴ്നാട്ടുകാർ പറയുന്നു അതാണ് ദ്വാരക. ദ്വാരകയോ കൈലാസോ ഇതൊക്കെ ഇതിനെ പ്രതിനിധാനം ചെയ്യുന്നു. അതുകൊണ്ട് അത്തരത്തിലുള്ള സംശയങ്ങൾക്ക് യാതൊരു വിധത്തിലുള്ള മറ്റ് അടിസ്ഥാനങ്ങളും ഇല്ല. ഈ ഭൂമിയിൽ ഇന്ന് നമ്മൾ കുറേയും കൂടെ ശാസ്ത്രീയമായി ചിന്ത ചെയ്യണം. സ്വാമി ഇവിടെ ഇരിക്കുന്നു, ഇവിടെ ഇരുന്ന് ഈ പ്രഭാഷണം നടത്തി ഇവിടുന്ന് പോകുന്നു. ഒരു 25-50 വർഷം മുൻപ് ഇവിടെ എന്തായിരുന്നു എന്നറിയാൻ ഇന്ന് ശാസ്ത്ര സാങ്കേതിക വിദ്യയുണ്ട്.
ഇപ്പം സ്വാമി ഇരിക്കുന്ന ഇത് സ്വാമി എണീറ്റ് പോയി കഴിഞ്ഞാൽ ഈ ഇരിക്കുന്ന ടേബിളിൽ, ഈ ചെറിയ ഒരു പലകയിൽ എത്ര കിലോഗ്രാം ഭാരം എത്രയൊക്കെ പ്രാവശ്യമായിട്ട് ഇതിൽ ഹോൾഡ് ചെയ്യപ്പെട്ടിട്ടുണ്ട് എന്ന് മെഷർ ചെയ്യാനുള്ള ശാസ്ത്ര സാങ്കേതിക വിദ്യ കൈവരിച്ചിരിക്കുന്ന ഒരു ലോകമാണ് ഇന്ന്. നമ്മൾ എത്രയോ ഇന്ത്യൻ ആർക്കിയോളജി ആദ്യം ചിലവാക്കിയത് എന്തിനാണെന്നറിയോ? ഈ ഒരു യുദ്ധം ഇവിടെ നടന്നുണ്ടോയെന്ന് അറിയാനാ. അവരും കുറേ JCB വെച്ച് മണ്ണ് മാന്തി നോക്കിയിട്ടുണ്ട്. ഈ മഹാഭാരത യുദ്ധം എന്ന് പറയുന്ന ഒരു സാധനം ഇവിടെ നടന്നിട്ടില്ല എന്ന് പലർക്കും താല്പര്യം ഉണ്ടായിരുന്നു. ഇന്ത്യക്ക് മാത്രമല്ല, പല രാജ്യങ്ങളും ഇത് അന്വേഷിച്ചിട്ടുള്ളതാണ്. പിന്നെ നമ്മളിതിൻ്റെ ഇടയിൽ പറയും നാസയിൽ ഇൻ്റർനെറ്റിൽ കാണുന്നുണ്ട് രാമൻ പാലം ഉണ്ടാക്കിയതാ ശ്രീലങ്കയിലേക്ക് ഇങ്ങനെ ഒരു ഇതുണ്ട്. അതൊക്കെ ഉണ്ട്. ഇത് രാമൻ ഉണ്ടാക്കിയ പാലമൊന്നുമല്ല. വെള്ളത്തിൽ പൊങ്ങിക്കിടക്കുന്ന ഉണ്ടല്ലോ. ആരാ പറഞ്ഞാൽ ഇല്ലയെന്ന്? നോക്കൂ, നമ്മൾ അറിയേണ്ടത് നമ്മളെ ഈ സയൻസ് പഠിപ്പിക്കാൻ തന്നെ അവരിത് ഉപയോഗിച്ചിട്ടുണ്ട്. ഭാഗവതം, രാമായണം ഒക്കെ ഇതാണ്. ഈ പ്രകൃതിയുടെ രഹസ്യങ്ങളെ നമുക്കിങ്ങനെ അവർ പറഞ്ഞു തന്നിട്ടുണ്ട്. ഗംഗ ഭൂമിയിലേക്ക് വന്നത് ഒരു കഥയാണ്. സകരപുത്രന്മാരുടെ ഭഗീരഥൻ്റെ അച്ഛൻ്റെ അച്ഛൻ മുതലുള്ള ഒരു പാരമ്പര്യം പറയുമ്പം അത് വളരെ നന്നായിട്ട് പറയുകയാണ്. അതൊരു ഫോർമാറ്റാണ്. ഇത് നമുക്ക് എവിടെയോ ഇടയ്ക്ക് ഈ ലിങ്ക് വിട്ടുപോയതുകൊണ്ടാണ് ഈ കുഴപ്പം. നമ്മളിത് ഭൂതത്തിൻ്റെത് മാത്രമായിട്ട് അങ്ങോട്ട് വെച്ചു. ശരി, ഇതാണ് ഒരു സംശയം. വേറെ എന്തോ ഒരു സംശയം ഉണ്ടായിരുന്നു. അതെന്തായിരുന്നു? അതെ, അതായത് ഇപ്പം സ്വാമി പറഞ്ഞുകൊണ്ടിരിക്കുന്ന അതും നല്ലൊരു ചോദ്യമാണ്. ഈ സംശയങ്ങളൊക്കെ തീർത്താൽ പിന്നെ നിങ്ങൾക്കിത് ഉറപ്പാവണം. അല്ലെങ്കിൽ ഈ സംശയം വീണ്ടും ഇവിടുന്ന് പോയി കഴിയുമ്പോഴാണ് ഇത് ഒരാൾ ചോദിക്കുമ്പോൾ നിങ്ങളെല്ലാവരും കൺഫ്യൂഷനാവും. ഭഗവത്ഗീതയിലൊരു ശ്ലോകമുണ്ട്, യഥാ യഥാ ഹി ധർമ്മസ്യ ഗ്ലാനിർഭവതി ഭാരത അഭ്യുത്ഥാനമധർമ്മസ്യ തദാത്മാനം സൃജാമ്യഹം പരിത്രാണായ സാധൂനാം വിനാശായ ച ദുഷ്കൃതാം ധർമ്മ സംസ്ഥാപനാർത്ഥായ സംഭവാമി യുഗേ യുഗേ. ഇതിൻ്റെ അർത്ഥം നമ്മൾ എങ്ങനെയാണ് മനസ്സിലാക്കി വെച്ചതെന്നറിയോ? സാമാന്യജനം, യഥാ യഥാ ഹി ധർമ്മസ്യ, എപ്പോഴെപ്പോൾ എവിടെ എവിടെ ധർമ്മത്തിന് ഗ്ലാനി ഉണ്ടാവുന്നോ ആ സമയത്ത് ധർമ്മത്തെ രക്ഷിക്കുന്നതിനായി, അധർമ്മത്തെ ഇല്ലാതെയാക്കുന്നതിനായി അഹം, ഞാൻ കൃഷ്ണൻ, സംഭവാമി യുഗേ യുഗേ, ഇങ്ങനെ ഓരോരോ യുഗങ്ങളിൽ ഞാൻ ജനിച്ചിട്ടുണ്ട്. അങ്ങനെയാണ് ഇതൊക്കെ. ഈ സ്വാമി അങ്ങനെ പറയാൻ പാടില്ല, പക്ഷെ എന്നാലും പറയാതിരിക്കാൻ പറ്റില്ലല്ലോ. നമ്മളെപ്പോലുള്ള അത്യാവശ്യം താടിയും കാവിയും ഒക്കെ ഉള്ള ആളുകളും ഇത് പറയാറുണ്ട്. അതാണ് ഈ ഏറ്റവും വലിയ കുഴപ്പവും. അപ്പോൾ അവർ പറയും, എന്താ അവർ പറയുക? കാരണം എപ്പോഴെപ്പോഴൊക്കെ ഇങ്ങനെ ധർമ്മത്തിന് ച്യുതി ഉണ്ടായോ അപ്പോഴൊക്കെ ഭഗവാൻ ഇതേപോലെ അവതരിച്ചിട്ടുണ്ട് എന്നും പറഞ്ഞിട്ട് അവരെന്തു പറയും? മത്സ്യമായി അവതരിച്ചു, കൂർമ്മമായി അവതരിച്ചു, വരാഹമായി അവതരിച്ചു, നരസിംഹമായി അവതരിച്ചു, കൃഷ്ണനായി, പരശുരാമനായി, ഈ പറഞ്ഞ അവതാരങ്ങളുടെയൊക്കെ കാര്യവും പറഞ്ഞ് സംഭവം ചാപ്റ്റർ ക്ലോസ് ആക്കും. എന്നിട്ട് പറയും, അപ്പോൾ സ്വാഭാവികമായിട്ടും നിങ്ങൾക്കൊരു സംശയം ഉണ്ടാവും, അല്ല ഇപ്പോൾ അവതരിക്കേണ്ട ഒരു സമയമല്ലേ, അവതരിക്കണ്ടേ? ധർമ്മം നശിക്കുന്നുണ്ടല്ലോ നാട്ടിൽ. അപ്പോൾ അവർ പറയും, ധർമ്മം അധർമ്മം ഇത്രയൊന്നും ആയാ പോരാ. അത് ഇനിയും അധർമ്മം കൂടാനുണ്ട്. ഇനി എങ്ങോട്ട് അധർമ്മം കൂടാൻ? അതാ നമുക്ക് മനസ്സിലാവാത്തത്. അങ്ങനെ അധർമ്മം കൂടി 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 വരുമ്പം ഭഗവാൻ വരാൻ പോകുന്നുണ്ട്. ആരായിട്ട്? കൽക്കിയായിട്ട്. മൂപ്പർക്കൊരു ചാൻസ് ഇനി ഉണ്ട്, കൽക്കിയായിട്ട്. അങ്ങനെ ഈ കൽക്കിയായിട്ട് ഇങ്ങൊരു കുതിരപ്പുറത്ത് വാളൊക്കെ പിടിച്ച് വരും, ശിവജിയെ പോലെ. എന്നിട്ട് ഇതൊക്കെ നേരെയാക്കും.
എന്നും പറഞ്ഞ് ഇവരിങ്ങനെ സമാധാനിച്ചിരിക്കുക. എനിക്ക് ആ കൽക്കി ഒന്ന് കണ്ടിട്ട് പോയാൽ മതിയെന്നാണ്. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഇപ്പോൾ കൽക്കി കോയമ്പത്തൂരിൽ ഒരു മെഡിക്കൽ കോളേജ് തുടങ്ങിയിട്ടുണ്ട് എന്ന് അറിയുന്നത്. കൽക്കി ഭഗവാൻ. ഈ ശ്ലോകം മാത്രം വ്യാഖ്യാനം ചെയ്താൽ മതി. ആ ശ്ലോകം വ്യാഖ്യാനം ചെയ്യുന്നതിന് പകരം ഇത്തരം സംശയങ്ങളിൽ ആളുകളിലേക്ക് ഉണ്ടാക്കുന്നതിനെയാണ് ഈ കുഴപ്പം. ശ്ലോകം എന്ത് മനോഹരമായിട്ടാണ് പറഞ്ഞിരിക്കുന്നത്. യഥാ യഥാ ഹി ധർമ്മസ്യ ഗ്ലാനിർഭവതി ഭാരത. ഇതിന് ചിലർ പറയുന്നത് ഭാരതത്തിൽ ധർമ്മത്തിന് ഗ്ലാനി ഉണ്ടാവുമ്പോൾ. എന്താ ഇങ്ങനെയൊക്കെ പറയാം? അതും നമ്മൾ കേട്ടിട്ടുണ്ട്. ഭാരത എന്ന് പറഞ്ഞാൽ ഹേ ഭാരത, അല്ലയോ അർജുന, സംബോധന ചെയ്യുന്നത് അർജുനനെ, കൃഷ്ണൻ. യഥാ യഥാ ഹി ധർമ്മസ്യ ഗ്ലാനിഹി ഭവതി. എപ്പോൾ ശ്രദ്ധിച്ച് കേൾക്കണേ. ഇതിവിടെ കേട്ട് മനസ്സിലാക്കി കഴിഞ്ഞാൽ പിന്നെ ഈ ചോദ്യമായിട്ട് നടക്കരുത്. കാരണം നിങ്ങളോട് നമ്മൾ ഈ പറഞ്ഞു തരുന്ന സംഗതി നിങ്ങൾക്ക് ബോധ്യമാവുമ്പം, നിങ്ങൾക്കൊക്കെ ഏകദേശം ഒന്ന് ബോധ്യമായിരിക്കുമ്പോഴായിരിക്കും നിങ്ങൾ ഈ കാര്യം നമ്മളെപ്പോലുള്ള ചില സ്വാമിമാരോടോ ആരോടെങ്കിലുമൊക്കെ ചിലപ്പോൾ നിങ്ങൾ പറയാൻ ശ്രമിക്കുമ്പം അവർ നിങ്ങൾക്ക് ഇട്ട് തരുന്ന മറുചോദ്യമാണ് ഈ ശ്ലോകം. അപ്പോഴാണ് നിങ്ങൾ ഫ്ലാറ്റായി പോവുക. അപ്പോൾ അങ്ങനെയാണെങ്കിലോ അമ്മേ കേട്ടിട്ടില്ലേ നമ്മുടെ ഭഗവാൻ ഗീതയിൽ പറഞ്ഞത് യഥാ യഥാ ഹി ധർമ്മസ്യ ഗ്ലാനിർഭവതി ഭാരത അഭ്യുത്ഥാനമധർമ്മസ്യ തദാത്മാനം സൃജാമ്യഹമെന്ന് പരിത്രാണായ സാധൂനാം. അപ്പോൾ അതിനെന്ത് പറയും സന്ദീപാനന്ദഗിരി? അത് പറയാൻ ഗിരി ഇവിടെ ഉണ്ടാവില്ല. അപ്പോഴേക്കും ഗിരി പോയി ഉണ്ടാവും. നിങ്ങൾ ഈ ചോദ്യം ചോദിച്ചത് നന്നായി. അപ്പം ശ്രദ്ധിക്കുക, ഇത് ശ്ലോകം വ്യാഖ്യാനം ചെയ്യുന്നതിൻ്റെ കുഴപ്പമാണ്. യഥാ യഥാ ഹി, എപ്പോൾ ധർമ്മസ്യ ഗ്ലാനിഹി ഭവതി, ധർമ്മത്തിന് ഗ്ലാനി ഉണ്ടാവും. നമ്മുടെ ചോദ്യം വളരെ സിമ്പിളാണ്. ധർമ്മത്തിൻ്റെ ഗ്ലാനി, ധർമ്മത്തിൻ്റെ ച്യുതി എവിടെയാണ് ഉണ്ടാകുന്നത്? നിങ്ങൾ അന്വേഷിക്കണം. പാകിസ്ഥാനിൽ കറാച്ചി എയർപോർട്ടിൽ നമുക്കറിയാം ഇപ്പോൾ സംഘർഷം നടന്നുകൊണ്ടിരിക്കുന്നു. ഇപ്പോഴത്തെ വർത്തമാന കാലത്തെ ഒരു സംഘർഷത്തെ ധർമ്മത്തിൻ്റെ ച്യുതിയെയാണ് സ്വാമി പറയുന്നത്. കറാച്ചി എയർപോർട്ടിലാണോ ധർമ്മത്തിൻ്റെ ച്യുതി? ആണോ? അവിടുത്തെ ഉണ്ടായ സംഘർഷം എവിടെയാണ്? അത് അന്വേഷിച്ചാൽ എവിടെയാണ് എത്തുക? അത് മനുഷ്യ മനസ്സിലാണ്. ഒന്നാം ലോക മഹായുദ്ധം ഉണ്ടായത് മനുഷ്യ മനസ്സിലാണ്. രണ്ടാം ലോക മഹായുദ്ധം ഉണ്ടായതും മനുഷ്യ മനസ്സിലാണ്. ഇനി മൂന്നാമത് ഉണ്ടാവുമെങ്കിൽ അതുണ്ടാകുന്നതും മനുഷ്യ മനസ്സിലാണ്. ഏതെങ്കിലും ആയുധപ്പുരകളിലോ ഏതെങ്കിലും ഭൂപ്രദേശങ്ങളിലോ അല്ല. ധർമ്മം നിലനിൽക്കുന്നത് മനുഷ്യ മനസ്സിലാണ്. അവിടെയാണ്. അതല്ലാതെ നിങ്ങൾക്ക് പറയാൻ പറ്റുമോ? ഇവിടെ ഈ സ്ഥലത്ത് ധർമ്മമുണ്ട് എന്ന് പറയാൻ പറ്റുമോ? ഇല്ല. ധർമ്മം നമ്മളിലാണ്. നമ്മൾ റോഡിലൂടെ നടന്നു പോകുമ്പോൾ ധർമ്മവും അധർമ്മവുമാണ് നടക്കുന്നത്. നമുക്ക് അധർമ്മവും ചെയ്യാം, ധർമ്മവും ചെയ്യാം. അപ്പോൾ യഥാ യഥാ ഹി ധർമ്മസ്യ ഗ്ലാനിഹി ഭവതി. അപ്പോൾ ധർമ്മത്തിൻ്റെ ഗ്ലാനി എവിടെയാണ് ഉണ്ടാവുക? ധർമ്മത്തിൻ്റെ ച്യുതി എവിടെയാണ് ഉണ്ടാവേണ്ടത്? നമ്മളിലാണ്. എന്ത് കൃത്യമായിട്ട് ആ ശ്ലോകം ഒരു സംശയവുമില്ലാതെ അതിസുന്ദരമായി പറഞ്ഞൊരു ശ്ലോകത്തെയാണ് ദുർവ്യാഖ്യാനം ചെയ്തു വെച്ചത്. സ്വാമി നിങ്ങളെ ചാലഞ്ച് ചെയ്യാം. സംസ്കൃതം ശബ്ദം തന്നെയാണ് അതിൽ പറഞ്ഞിരിക്കുന്നത്, വേറെ ഒന്നല്ല. ധർമ്മത്തിന് ഗ്ലാനി എന്ന് പറയുന്നത് ഭൂപ്രദേശത്ത് ഗ്ലാനി എന്ന് സംസ്കൃത ശ്ലോകത്തിൽ വ്യാഖ്യാനം ചെയ്യാൻ സാധിക്കില്ല. യഥാ യഥാ ഹി ധർമ്മസ്യ ഗ്ലാനിർഭവതി ഭാരത, അല്ലയോ അർജുന, അഭ്യുത്ഥാനമധർമ്മസ്യ, അധർമ്മം ഉണ്ടാകുമ്പം ആ അധർമ്മത്തെ ഇല്ലാതെയാക്കുന്നതിന് ഞാൻ എന്തു ചെയ്യുന്നു? തദാത്മാനം സൃജാമ്യഹം, അഹം ഞാൻ ആത്മാനം സൃജാമി. ഇതാണ് നമ്മൾ മറന്നു പോവാതെ ഓർത്ത് വയ്ക്കേണ്ടുന്ന വരി, അതിലെ ഏറ്റവും പ്രധാനപ്പെട്ടത്. അഹം ഞാൻ ആത്മാനം സൃജാമി, ആത്മാവിൽ സൃജാമി ഉണ്ടാകുന്നു.
ഇനി ആത്മൻ ശബ്ദത്തിന് അർത്ഥം പഠിക്കണം, അതിന് സംസ്കൃതം പഠിക്കണം. ആത്മൻ ശബ്ദത്തിന് എന്തൊക്കെ അർത്ഥമുണ്ട്? ഗീതയിൽ തന്നെ ആത്മൻ ശബ്ദം പല പ്രകാരത്തിൽ ഉപയോഗിച്ചിട്ടുണ്ട്. ഏറ്റവും കൂടുതൽ ആത്മൻ ശബ്ദം ഉപയോഗിച്ച ഒരു ശ്ലോകമുണ്ട് ഭഗവത്ഗീത. ഉദ്ധരേത് ആത്മനാത്മാനം ന ആത്മാനം അവസാദയേത് ആത്മൈവ ഹ്യാത്മനോ ബന്ധു ആത്മൈവ രിപുരാത്മനഃ. ഇത്രയേറെ ആത്മൻ ശബ്ദം ഒരുമിച്ച് ഉപയോഗിച്ച ഒരു ശ്ലോകവും ഗീതയിൽ കാണില്ല. ആത്മന ആത്മാനം ഉദ്ധരേത് ന ആത്മാനം അവസാദയേത് ആത്മൈവ ഹി ആത്മനഃ ബന്ധു ആത്മാ ഏവ ആത്മനഃ രിപുഃ. ആത്മാവിനെ കൊണ്ടൊരു അവിയലുണ്ടാക്കിയിരിക്കുക ഈ ശ്ലോകത്തിൽ. അല്ലെങ്കിൽ ഒഴിച്ചു കൂട്ടാനും ആത്മൻ, തോരനായിട്ടും ആത്മൻ, കറിയായിട്ടും ആത്മൻ എന്നൊക്കെ പറയുമല്ലോ. ചക്കയുടെ സമയം വരുമ്പോൾ നമ്മൾ ചക്ക കൊണ്ട് എല്ലാം ചെയ്യും. ആത്മൻ ശബ്ദത്തിന് മനസ്സിലാക്കാൻ ശ്രമിക്കൂ. ശരീരത്തെ ആത്മ എന്ന് പറയാറുണ്ട്. ആത്മഹത്യ എന്ന് പറയുന്നിടത്ത് ഇതാണ് ചിലർ മനസ്സിലാക്കാതെയൊക്കെ ചില വീരവാദങ്ങളൊക്കെ പറഞ്ഞേക്കും. ആത്മഹത്യ, ആത്മാവിന് ഹത്യയുണ്ടോ? ഹനിക്കപ്പെടാത്ത ആത്മാവിൻ്റെ ആത്മഹത്യ എന്ന് പറയുന്നത് ശരിയാണോ? എൻ്റെ പൊന്നു സാറേ, ആത്മാ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശരീരം എന്ന അർത്ഥമുണ്ട്. ആ നിലയിൽ ആത്മഹത്യ ശരീരത്തിൻ്റെ നാശമാണ്. ബോംബെയിലിരിക്കുന്ന നിങ്ങൾക്ക് കൽ എന്ന് പറഞ്ഞാൽ അറിയാലോ. കൽ എന്നതിന് ഇന്നലെയെന്നും നാളെയെന്നും. അപ്പോൾ കൽ ഇന്നലെയാണ് നാളെയാണ് എന്ന് നിങ്ങൾ എങ്ങനെയാണ് അറിയുന്നത്? അതിൻ്റെ പിറകിൽ അയാൾ ഉപയോഗിച്ചിരിക്കുന്ന കാര്യങ്ങളൊക്കെ. സ്വാമിജി കബി ആയ കൽ, കബി ജാറെ കൽ. അച്ഛാ, ഹിന്ദി ഒന്നും അറിയാത്ത ആൾക്ക് കല്ലെടുത്ത് ഒരു ഏറ് കൊടുക്കാൻ തോന്നും. രണ്ടിനും കല്ലാണ്, രണ്ട് കല്ലും. അതെ 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 അതെ. അപ്പം സന്ദർഭത്തിനനുസരിച്ച് വാക്കുകളെ മനസ്സിലാക്കുക എന്നത് സംസ്കൃതത്തിലും വളരെ പ്രധാനപ്പെട്ടതാണ്. പക്ഷേ ഈ ഭാഷ നമ്മുടെ നിത്യജീവിതത്തിൽ നിന്ന് അന്യമായതുകൊണ്ടുള്ള കുഴപ്പങ്ങളാണ് കുറേ. അപ്പോൾ ആത്മന ആത്മാന, അപ്പോൾ അവിടെ ശരീരത്തിന് ആത്മൻ ശബ്ദമുണ്ട്, മനസ്സിനെ ആത്മൻ എന്ന് പറയും, ബുദ്ധിയെ ആത്മൻ എന്ന് പറയും, സർവോപരി ബോധത്തെ ആത്മനാണ്, ആത്മാവിനെ ആത്മൻ. അപ്പോൾ ശരീരം, മനസ്സ്, ബുദ്ധി, ബോധം, ഇതിനെയൊക്കെ എന്താണ് ആത്മൻ ശബ്ദം കൊണ്ട് വിവക്ഷിച്ചിരിക്കുന്നു. അവിടെ ഗീതയിൽ അഹം ആത്മാനം സൃജാമി എന്ന് പറയുമ്പോൾ ഞാൻ ആത്മാവിൽ, അവൻ്റെ അന്ധക്കരണത്തിൽ സൃജാമി ഉണ്ടാകുന്നു. എപ്പോഴാണോ അവൻ അധർമ്മത്തിൻ്റെ ഒരു കണിക അവനിലുണ്ടായത്, ആ നിമിഷം. ഇത് പരീക്ഷിക്കേണ്ടത് നിങ്ങളിലാണ്. നിങ്ങളൊരു അരുതായിക ചെയ്യാൻ നിങ്ങളൊരു ശ്രമം നടത്തൂ. ആ ഉടനെ തന്നെ നിങ്ങളുടെ ഉള്ളിൽ നിന്നൊരാൾ പറയും, വേണ്ടേ, വെറുതെ സ്വാമി അങ്ങനെയൊക്കെ പറയും, നിങ്ങളതൊന്നും കേട്ട് ചെയ്യണ്ട. എന്നാലും ശകുനി മാമനും മറ്റും പറയും, അതൊന്നും നോക്കിയിട്ട് കാര്യമില്ല എന്ന് പറഞ്ഞ് അവരുപദേശിക്കുന്ന ആ ഉപദേശത്തിൽ നമ്മൾ അധർമ്മം ചെയ്യുന്നു. എന്നിട്ട് പിടിക്കപ്പെടുമ്പോൾ വീണ്ടും ഉള്ളിലിരുന്ന ഒരാൾ നമ്മളോട് പറയണു, അപ്പോഴേ ഞാൻ പറഞ്ഞില്ലേ ഇതൊന്നും വേണ്ട എന്ന്. അപ്പോൾ ഈ ധർമ്മ സംസ്ഥാപനം എപ്പോഴും നടന്നുകൊണ്ടിരിക്കുന്നതാണ്, എപ്പോഴും, അനുസ്യൂതം, അനുനിമിഷം. അങ്ങനെയൊരു ഭഗവാന്റെ ഇടപെടലിനെ വളരെ ആസൂത്രിതമായി നമ്മളിൽ നിന്ന് അകറ്റി, നമ്മളുമായിട്ട് ഒരു പുലബന്ധമില്ലാത്ത ഏതോ ഒരു ഭഗവാൻ ഇനി വരാൻ പോകുന്നുണ്ട് എന്നും പറഞ്ഞ് നിങ്ങളെ പഠിപ്പിക്കുമ്പോൾ ഈ ധർമ്മശാസ്ത്രവുമായിട്ട് നമുക്ക് എന്ത് ബന്ധമുള്ളത് പിന്നെ? അപ്പം നമുക്കൊക്കെ ഉത്തരവാദിത്വം എന്താണ്? എൻ്റെ ഉത്തരവാദിത്വം എന്താണ്? എനിക്കൊരു ഉത്തരവാദിത്വം ഇല്ലേ? അപ്പോൾ ഈ നാട്ടിൽ എന്തെങ്കിലുമൊക്കെ നല്ലത് കാണണമെന്ന് ആഗ്രഹിക്കുന്നുവെങ്കിൽ അതിൽ എൻ്റെ കോൺട്രിബ്യൂഷൻ വളരെ വലുതാണ്. നമ്മൾ മലയാളികളൊക്കെ അങ്ങനെയാണ്. ഇവിടെ ഒരു അയ്യപ്പ ക്ഷേത്രത്തിൽ പോയപ്പോൾ നമ്മൾ ലിഫ്റ്റിൽ
കയറുമ്പം ലിഫ്റ്റ് കയറിയിട്ട് ഇങ്ങനെ പൊങ്ങുമ്പോൾ നമ്മൾ അതിലൊരു ബോർഡ് കണ്ടു, വലുതാക്കി എഴുതി വെച്ചിരിക്കുക, ലിഫ്റ്റിൽ തുപ്പരുത് എന്ന്. കേരളത്തിലൊന്നും ഇത് കാണൂല, ഭയങ്കര മോശമാണ്. മലയാളിയെ സംബന്ധിച്ച് അതൊരു ഏറ്റവും നെഗറ്റീവായിട്ടുള്ള ഒന്നാണ്. നിങ്ങളുടെ ഒരു വീട്ടിൻ്റെ ഉള്ളിൽ ഒരു ബോർഡ് വെച്ചിരിക്കണമെന്നിരിക്കട്ടെ, ഇതിവിടെ തുപ്പരുതെന്ന്, നിങ്ങൾ തന്നെ അത്ഭുതപ്പെടില്ല, അയ്യോ ഈ വീട്ടിൽ ഇജ്ജാതി ആൾക്കാരുണ്ടോ എന്ന്. ഇവിടെ തുപ്പരുതെന്ന് പറഞ്ഞാൽ ചിലർ ഈ അടുക്കളയിൽ അത് കോമൺ സെൻസ് ഉള്ളവർ ചെയ്യില്ല, ചിലർക്കെല്ലാം ഒന്നാണ്. പിന്നെ ഇവിടെ സൗകര്യത്തിൻ്റെ ഒരു പരിമിതികളൊക്കെ ഉണ്ട്, അതുകൊണ്ട് പിന്നെ ചിലപ്പോൾ അതൊക്കെ ഉണ്ടാവും. എന്തെങ്കിലും ആവട്ടെ, നമ്മൾ പറഞ്ഞു വന്നത് ഇവിടെ തുപ്പരുത് എന്ന് പറയുമ്പം നമ്മൾ ഇവരെ ഒന്ന് എഡ്യൂക്കേറ്റ് ചെയ്തുകൊണ്ടിരിക്കുക. 70കളിൽ സിംഗപ്പൂരിലെ ലിഫ്റ്റിൽ ഇങ്ങനെ ഉണ്ടായിരുന്നു എന്നാ. ഇന്ന് സിംഗപ്പൂരിൽ റോട്ടിൽ തുപ്പുവോ? ഇല്ല. അപ്പോൾ ആ നിയമം, ഇവിടെ തുപ്പരുത് എന്ന നിയമം എവിടെ ഇരിക്കുന്നു? നിങ്ങൾ പറയൂ. ധർമ്മം എഴുതി വെച്ചത് കൊണ്ടാണോ? അല്ല, അത് നമ്മളുടെ ഉള്ളിലാണ് ഈ ധർമ്മങ്ങളെല്ലാം, ധർമ്മവും അധർമ്മവും. നമുക്കിങ്ങനെ എവിടെയെങ്കിലും എഴുതി വെച്ച് കഴിഞ്ഞാൽ നമ്മൾ എന്ന് പറഞ്ഞൊരു തുപ്പും. പിന്നെ ഇവിടെ ഡാഷ് ഒഴിക്കരുത്, പിന്നെ അല്ലേ. നാട്ടിലെ ഈ തിയേറ്ററിൽ നിന്നൊക്കെ പോകുന്ന വഴിയിലൊക്കെ കാണാം, ഒരു രക്ഷ ഉണ്ടാവില്ല. എന്നാൽ വേണ്ടത്ര സൗകര്യം. ചപ്പ് ചവറുകൾ ഇവിടെ നിക്ഷേപിക്കരുത് എഴുതി വച്ചിരിക്കുന്നു. ആ ബോർഡിന് എന്തെങ്കിലും ചെയ്യാൻ സാധിക്കുമോ? ഇല്ല. ഇവിടെ ചപ്പ് ചവറുകൾ, പുറത്ത് ചപ്പ് ചവറുകൾ ഞാൻ നിക്ഷേപിക്കാൻ പാടില്ല എന്ന ധർമ്മ സംസ്ഥാപനം എൻ്റെ ഉള്ളിലെപ്പോഴും ഉണ്ടായിരിക്കണം. ധർമ്മ സംസ്ഥാപനം പുറത്ത് കുതിരപ്പുറത്ത് വന്നിട്ട് ഒരാളല്ല നടത്തുന്നത്. അപ്പോൾ യഥാ യഥാ ഹി ധർമ്മസ്യ ഗ്ലാനിർഭവതി ഭാരത അഭ്യുത്ഥാനമധർമ്മസ്യ തദാത്മാനം സൃജാമ്യഹം. അടുത്ത വരി അതിലും ഗംഭീരാണ്. പരിത്രാണായ സാധൂനാം. സാധൂനാം എന്ന് പറഞ്ഞാൽ ഈ കാവ്യവസ്ത്രക്കാർ എന്നല്ല, സദ്ഭാവത്തിൽ വർത്തിക്കുന്നവർ, സദ്ഭാവനയോട് കൂടിയിട്ടുള്ളവരുടെ. പരിത്രാണായ സാധൂനാം, അവരുടെ പരിരക്ഷയ്ക്കുള്ള ധർമ്മം. അതാരാണ്? അവൻ ധർമ്മം പരിരക്ഷിക്കുമ്പോഴാണ് അവൻ സാധു ആവുന്നത്. അല്ല, സാധു ബീഡി വലിച്ചാൽ സാധു ആവില്ല. പരിത്രാണായ സാധൂനാം വിനാശായ ച, വിശേഷേണയുള്ള നാശത്തിനായിട്ട്. ആരുടെ? വിനാശായ ച. വരികൾ സൂക്ഷിച്ച് വായിക്കണം. വിനാശായ ച ദുഷ്കൃതാം. ദുഷ്കൃതാം എന്നതിന് ദുഷ്ടന്മാരുടെ എന്നല്ല, ദുഷ്കൃതാം ദുഷ്ചെയ്തികളുടെ. ആ ദുഷ്ചെയ്തികൾ എവിടെയാണ്? എന്നിലെ ദുഷ്ചെയ്തികളുടെ അറുതിക്കും എന്നിലെ സദ്ഭാവങ്ങളുടെ ഉദ്ധാരണത്തിനുമായി എൻ്റെ ഉള്ളിലിരുന്നു കൊണ്ട് ഭഗവാൻ എപ്പോഴും ഇടപെട്ടുകൊണ്ടിരിക്കുന്നു. ഈ ഒരു ഇടപെടൽ ഇല്ല എന്ന് നിങ്ങൾക്ക് ആർക്കെങ്കിലും പറയാൻ സാധിക്കുമോ? ഇല്ലേ? ഇടപെടുന്നില്ലേ? മരുമോളെ ഉണ്ടാക്കിയ ചായക്ക് കുറ്റം പറയുമ്പം പറയുന്നില്ലേ നമ്മുടെ ഉള്ളിലിരുന്ന്, വേണ്ട ദാക്ഷായണിയെ, ചായ നന്നായിട്ടുണ്ട്, നീ എന്തിനാ അവളെ കുറ്റപ്പെടുത്തുന്നത് എന്ന് ഉള്ളിലിരുന്നൊരു ഭഗവാൻ നമ്മുടെ ഉള്ളിൽ പറയുന്നില്ലേ? എന്നാലും നമ്മുടെ തള്ളൽ കാരണം നമ്മൾ നമ്മുടെ അമ്മായിയമ്മയെ ഓർത്തിട്ട് ഞാനും ഇതുപോലെ റാഗ് ചെയ്യപ്പെട്ടിട്ടുണ്ട്, അതുകൊണ്ട് ഈ റാഗിങ് പരമ്പരയാ നിലനിർത്തേണ്ടത് അനിവാര്യമാണ് എന്ന് കരുതിയിട്ടല്ലേ നമ്മളും അവൾക്ക് നേരെ പ്രയോഗം നടത്തുന്നത്. അങ്ങനെയാണ് ഒരിക്കലും ഒരു കൊച്ചുകുട്ടി അമ്മയോട് ചോദിച്ചത്, അമ്മേ, അമ്മയെ അടിക്കുമായിരുന്നോ? പിന്നെ ചീത്ത പറയുമായിരുന്നു, അയ്യോ വായ തോന്നിയത് പറയും. നല്ലോണം അടിക്കുമായിരുന്നോ? അടിക്കുമെന്നോ? ദേ കണ്ടോ എന്ന് പറഞ്ഞ് സാരി പൊക്കി ചട്ടകം പൊള്ളിച്ചത് കാണിച്ചു കൊടുത്തു ചെറുപ്പത്തിൽ. അപ്പോൾ അമ്മമ്മയെ മുത്തശ്ശി അടിക്കുമായിരുന്നോ? അയ്യോ അമ്മമ്മ പറയുന്നത് കേട്ടിട്ടുണ്ട്, ഒറ്റയടിക്ക് പല്ല് പോയി എന്ന്. കുട്ടിക്ക് പേടിയാവാൻ തുടങ്ങി. അപ്പോൾ മുത്തശ്ശിയുടെ അമ്മമ്മ എന്താ ഉണ്ടാവും. എന്താ ഇപ്പം നീ ഇതൊക്കെ ചോദിക്കാൻ കാരണം? അതെ, പരമ്പരയാൽ ഇങ്ങനെ ചെയ്തു പോരുന്ന ഈ ദുഷ്കൃത്യം അമ്മേ
അമ്മ വിചാരിച്ചാൽ ഇല്ലാണ്ടാക്കാം എന്ന് പറഞ്ഞാൽ അമ്മ മേലിൽ എന്നെ തല്ലരുത്, വഴക്ക് പറയരുത്. അങ്ങനെയാണെങ്കിൽ ഞാനും എനിക്ക് കുട്ടികളുണ്ടായാൽ അതിനോട് ഇങ്ങനെയൊന്നും പറയില്ല. ഈ പാരമ്പര്യമായി ചെയ്തു പോരുന്ന പലതും ഉണ്ടേ, ഇതും അതിൽപ്പെട്ടതാ. അതുകൊണ്ട് ധർമ്മ സംസ്ഥാപനം വ്യക്തിയിലാണ്, ഓരോ വ്യക്തികളിലുമാണ്.